മോനേട്ടാ നമ്മളന്നേരം എവിടാ പോന്നെ? കാശി 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 മാത്രമേ ഉള്ളോ? അല്ല, അയോധ്യ, വാരണാസി, ഇവിടെ ബസ്തി, ഡൽഹി. ഓക്കെ എങ്കിൽ ഇപ്പൊ പോവില്ലേ? ഏകദേശം സമയം 3 മണിയായിട്ടുണ്ട്. 3 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ എയർപോർട്ടിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്ലൈറ്റിലെ ആദ്യത്തെ യാത്രയായതുകൊണ്ട് കുറച്ച് നേരത്തെയാണ് ഞങ്ങൾ എത്തിയേക്കുന്നത്. എൻ്റെ കൂടെ താണ്ട വാരണാസിയിലേക്ക് വരുന്ന വിവേകാണ് ഈ കാണുന്നത് നിങ്ങൾ. പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണ്ടെ അജീഷാണ്. പിന്നീടുള്ളത് താണ്ട അതുല്. ബാക്കിയുള്ളവരും എൻ്റെ ഞങ്ങളെ കൊണ്ടാക്കാൻ കൂടെ വന്നവരാണ് കേട്ടോ. ഒടുവിൽ ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് എല്ലാം കിട്ടിയതിന് ശേഷം ഞങ്ങൾ നേരെ എയർപോർട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. ആണ്ട് പട നയിക്കുന്ന പടയാളിയെ പോലെ അജീഷ് പനിക്കലാണ് ഞങ്ങൾക്ക് മുന്നേ പോകുന്നത്. അവനാണ് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ കേട്ടോ. അതുകൊണ്ട് അവനാണ് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അങ്ങനെ താണ്ട അവസാനം നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ഞങ്ങൾ അടുത്ത് ഇറങ്ങാൻ പോകുന്നത് ബാംഗ്ലൂരാണ് കേട്ടോ. ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നാണ് പിന്നെ വാരണാസിക്കുള്ള ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ഫ്ലൈറ്റിനകത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. കണക്ഷൻ ഫ്ലൈറ്റ് ആയതിനാൽ അടുത്തത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വളരെ സുന്ദരമായ കാഴ്ചയാണ്, മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ബാംഗ്ലൂർ എയർപോർട്ടിലുള്ളത്, അകത്തുള്ളത്. അവിടെ നമുക്ക് വാരണാസിയിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് അവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എയർ ഇന്ത്യയുടെ ടിക്കറ്റാണ് എടുത്തിരുന്നത്. ഇതുകൊണ്ട് കാണുന്ന മൊത്തം എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ്. ബാംഗ്ലൂർ എയർപോർട്ട് അത്യാവശ്യം നല്ല വലിയൊരു എയർപോർട്ട് തന്നെയാണ് കേട്ടോ. കാശിയിലേക്ക് പോയി. വാരണാസി എയർപോർട്ടിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററോളം വരും കാശി വിശ്വനാഥ ടെമ്പിൾ വരെ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഓട്ടോയുടെ മുകളിൽ വെച്ചൊരു ബോഡിയാണ് കെട്ടിക്കൊണ്ട് പോകുന്നത്. ഇവിടെ വന്ന് റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. രാത്രി താണ്ട കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി വാരണാസിയിൽ അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. രാത്രി ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ. ഭയങ്കര തിരക്കും, അതിഭയങ്കരമായ തിരക്കാണ് ഇവിടെ രാത്രി ഉള്ളത്. ഞങ്ങൾ നേരെ ആദ്യം വിശ്വനാഥ ടെമ്പിളിലേക്കാണ് പോയത്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. കുറച്ച് കൂടുതലാണെന്നാണ് ഇവിടെ ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. കുറച്ച് കൂടുതലാണ് തണുപ്പെന്നാണ് അവർ പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിൽ ഒന്നാണ് വാരണാസി കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ രാത്രി കാഴ്ച നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വാരണാസി വരേണ്ട ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിസംബർ മാസത്തിൽ തന്നെ വരാൻ നോക്കുക. എന്നാലേ കാശി ഏറ്റവും അതിൻ്റെ ഭംഗിയായ രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ മാക്സിമം ഡിസംബറിൽ തന്നെ വരണം. വാരണാസി വന്നാൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സ്ട്രീറ്റ് ഫുഡാണ് ഇവിടുത്തെ ലസ്സി. വളരെ ഫേമസ് ആണ്. നിങ്ങൾ വന്നാൽ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഗംഗാരതി കാണാനാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഗംഗാരതി കഴിഞ്ഞ്. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിൽ കയറി ഗംഗയുടെ ഘാട്ടുകൾ മുഴുവൻ കാണാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ബോട്ടിനകത്താണ് ഇപ്പോൾ ഉള്ളത്. ഈ ബോട്ടിലേക്ക് ഒരാൾക്ക് ചാർജ് വരുന്നത് 100 രൂപ മാത്രമാണ് കേട്ടോ. വളരെ ചീപ്പായിട്ടുള്ളൊരു റേറ്റാണത്. ഈ കാണുന്ന ഭാഗത്തായിട്ടാണ് ഗംഗാ ആരതി നടക്കുന്നത്. ഈവനിങ് ഒരു 7 മണിയോടുകൂടിയാണ് ഗംഗാ ആരതി സാധാരണ നടക്കുന്നത്. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ട് നാളെ രാവിലത്തെ മോർണിംഗ് ആരതി നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നതായിരിക്കും. അത് മോർണിംഗ് ആരതിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. മോർണിംഗ് ആരതി നടക്കുന്നത് ഇവിടെ അല്ല, അത് അസീഗഡിലാണ്. അസീഗഡിലേക്ക് രാവിലെ തന്നെ നമ്മൾ പോകുന്നതായിരിക്കും നാളെ.
കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗംഗയുടെ തീരത്തുള്ള ഘാട്ടുകൾ. 160ഓളം ഘാട്ടുകളാണ് ഈ ഗംഗയുടെ തീരത്തായിട്ടുള്ളത്. ഈ ഘാട്ടുകൾക്ക് ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. എല്ലാത്തിൻ്റെയും പേര് നമുക്ക് ഓർത്തെടുക്കാനും പറയാനും മോക്ഷത്തിൻ്റെ കവാടം തുറക്കുന്നത് കാശിയിൽ നിന്നാണെന്നാണ് ഐതിഹ്യം. അതുകൊണ്ടായിരിക്കണം കാശിയിലെ ബോട്ട് യാത്രയ്ക്ക് ശേഷം മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷവും സമാധാനവും ലഭിക്കുന്നതായി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗംഗാ നദിയിലൂടെയുള്ള എൻ്റെ ബോട്ട് യാത്ര ഏതാണ്ട് അവസാനിക്കാറായിരിക്കുകയാണ്. അടുത്ത ഒരു ഗംഗയുടെ പകൽ വെളിച്ചത്തിലുള്ള ഒരു വീഡിയോയുമായി ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും.